ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉള്ളിയും ടൊമാറ്റോയും പച്ചമുളകും കൊണ്ട് പെട്ടെന്നൊരു കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് ചോറിനൊക്കെ നല്ല കറിയാണ്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി ഉള്ളി, അതായത് 2 ഉള്ളി, പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, ഉണക്കമുളക് ഒരു 3 എണ്ണം താളിക്കാൻ വേണ്ടിയാണ്. ഇതിൽ ഞാൻ പച്ചമുളകാണ് കൂടുതലിടുന്നത്, അതുകൊണ്ട് ഒരു 4 പച്ചമുളക്. ഇത് മുളക് പൊടി, മഞ്ഞൾ, ഒരു അരമുറി തേങ്ങ, കടുക്, ഉലുവ, ജീരകം, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങൾ മതി, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. സ്റ്റൗ ഓണാക്കുക. അതിൽ ചട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ചട്ടിയിൽ വെക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് തരുന്നത്. ഇത് താളിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കടുക്, പിന്നെ ഒരു 2-3 ഉലുവ, പിന്നെ കറിവേപ്പില. കടുക് കറിവേപ്പിലയും ഒക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇളക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പച്ചമുളക്, പിന്നെ ടൊമാറ്റോയും സവോളയും ഇട്ട് കൊടുക്കുക. ആ എണ്ണയിലൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴൽ വേണ്ട, ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മളെടുത്ത് വച്ചേക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ടൊമാറ്റോയുടെ ഉള്ളിയുടെ ഒന്നും പച്ചച്ചവ് മാറണ്ട. അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെകയ്ക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളം എടുത്തേക്കണേ, ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് നെകയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ചട്ടി മൂടി വെച്ച് വേവിക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മഞ്ഞളൊക്കെ കറിയിൽ തന്നെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു അരമുറി തേങ്ങ, ഒരു ടീസ്പൂണോളം ജീരകം, ഇത് രണ്ടും അരച്ചെടുക്കുക. 1 ടീസ്പൂണോളം നല്ലപോലെ ജീരകം വേണം, നമ്മൾ വെളുത്തുള്ളിയോ വേറൊന്നും ചേർക്കണില്ല. പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം. ഇനി ഞാനിന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമാകാതെ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. തിളയ്ക്കാതെ നോക്കണം, ജസ്റ്റ് ഒരു പത പോലെ വന്നാൽ മതി. കറി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പതഞ്ഞ് തുടങ്ങി. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പില വെച്ചിടുക. പിന്നെ നിറയെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയുടെ ചൂടുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് തിളയ്ക്കുന്നത്. ഇളക്കി കൊടുക്കുക, അധികം തിളയ്ക്കാൻ വിടണ്ട. ഈ കറി ചട്ടി ആറുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി കുറുകി വരും. നമുക്ക് ചട്ടിയിൽ തന്നെ സെർവാക്കാം. എളുപ്പം തയ്യാറാക്കുന്ന ടൊമാറ്റോ കറി ഉണ്ടെങ്കിൽ ഇതും ഒരു മുട്ടയുണ്ടെങ്കിൽ ചോറ് നന്നായി കഴിക്കാം. ഇതാണ് മീൻ ചട്ടിയിൽ ഞാൻ വെച്ച ടൊമാറ്റോ കറി. ഇതിന് നല്ലൊരു ഫ്ലേവറാണ് ഈ ചട്ടിയിലൊക്കെ വെക്കുന്നതുകൊണ്ട്. സോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.